ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. കിഴങ്ങ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഇത്രയാണ് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് കിഴങ്ങ് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കിഴങ്ങ് കുക്കറിൽ ആക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 അല്ലെങ്കിൽ 4 വിസിലടിപ്പിക്കാം, നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചു കൊടുക്കാം, നന്നായി ഉടച്ചു കൊടുക്കുക. കിഴങ്ങ് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഈ കൂട്ടത്തിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലേക്ക് 2 എണ്ണ തൂത്തിട്ട് മിക്സിയിൽ നിന്ന് ഓരോ ഉരുള വീതം എടുത്ത് നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ, പരത്തിയോ ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം. ഞാനിതിപ്പോൾ ഉരുളയാക്കി എടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഉരുളയാക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കുക്കാകുമ്പോൾ നമുക്ക് വാങ്ങി മാറ്റി വെക്കാം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാകും. ഇവിടെ മോക്കൊക്കെ നല്ല ഇഷ്ടമാണ്, കാരണം ഇത് ഈസി അല്ലേ, അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ഇത് വന്നിട്ട് ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു പലഹാരമല്ല, വന്നിട്ട് പുറം ക്രിസ്പിയാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകം വന്നിട്ട് സോഫ്റ്റ് ആണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ പാടെ ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്